ഹായ് ഓൾ, വെൽക്കം ടു XandY Learning. നമ്മൾ പല വിഷയങ്ങളും പഠിക്കുമ്പോൾ സയൻസിനെ കുറിച്ച് എങ്ങനെ പഠിക്കണം, ഏത് രൂപത്തിലായിരിക്കണം പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നൊരു പ്രശ്നമാണ് ബയോളജി പഠിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ബയോളജി, ചില ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് ബയോളജി. കാരണം എന്താ, അത് കാണാതെ കുറേ പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് ബയോളജി പഠിക്കുന്നത് ഇഷ്ടമില്ലാത്ത കുറേ ആളുകൾ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബയോളജി എല്ലാം അല്ലേ, അത് ഇങ്ങനെ ബൈ ഹാർട്ട് ഇരുന്ന് പഠിക്കുന്ന വല്ല വേറെ പോയംസ് ഒക്കെ പഠിക്കുന്നത് പോലെ ബൈ ഹാർട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. കാണാതെ പഠിക്കാൻ കുറേ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ബയോളജിയിൽ ചില ഭാഗങ്ങളൊക്കെ കാണാതെ പഠിക്കണം, ചില ടേംസും ചില നെയിംസും ഒക്കെ കാണാതെ പഠിക്കേണ്ടി വരും. പക്ഷേ ഭൂരിഭാഗവും നമുക്ക് ബയോളജി പഠിക്കുന്നത് വളരെ എളുപ്പത്തിൽ കാണാതെ പഠിക്കാതെ തന്നെ പഠിക്കാൻ പറ്റും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഡയഗ്രംസ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ബയോളജിയിൽ കാണാൻ പറ്റും, കുറേ ചിത്രങ്ങൾ കാണാൻ പറ്റും അല്ലേ. കുറേ ചിത്രങ്ങൾ ഡയഗ്രംസ് ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ വെറുതെ വരച്ചു വെക്കുന്നതാണോ അല്ലേ? നമ്മൾ മറ്റു പല സബ്ജക്റ്റിലും കാണാത്ത രൂപത്തിലുള്ള ഒരുപാട് ഡയഗ്രംസ് ബയോളജിയിൽ കാണാൻ പറ്റും. ഈവൻ ബയോളജിയിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾ എക്സാമിൻ്റെ കൂടെ അല്ലെങ്കിൽ എക്സാമിൽ ആൻസർ എഴുതുമ്പോൾ അതിൽ ഡയഗ്രാം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടും. ഇതെന്തുകൊണ്ടാണ് ഈ ബയോളജിയിൽ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അതാണ് കാണാതെ പഠിക്കാനുള്ള സൂത്രം എന്ന് പറയുന്നത്. നമ്മൾക്ക് കാര്യം മനസ്സിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഡയഗ്രാം വഴിയും ഫ്ലോ ചാർട്ട് വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ബയോളജി പഠിക്കുക. കാണാപ്പാടാ പഠിക്കുന്നെങ്കിൽ നമ്മൾ നേരത്തെ പോയം പഠിക്കുന്ന മാതിരി കാണാതെ ഇന്നിങ്ങനെ 5 മാറും 10ഉം 15ഉം തവണ ഇങ്ങനെ പറഞ്ഞു പഠിക്കും. അപ്പോൾ രണ്ടാമത്തെ രീതിയല്ല, ഒന്നാമത്തെ രീതിയാണ് വേണ്ടത്, ഡയഗ്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ എക്സാം എഴുതുമ്പോഴും ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കുമ്പോഴും ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക. ഉദാഹരണത്തിന് ചേമ്പേഴ്സ് ഓഫ് ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ് 4 ചേമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാം. അതിൽ എങ്ങനെയൊക്കെയാണ് ബ്ലഡ് വരിക, എങ്ങനെയൊക്കെയാണ് പോവുക. ഒരാളിങ്ങനെ കാണാതെ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് ഫിൽഡ് ഇൻ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ഇറ്റ് ഈസ് പംപ്ഡ് ഔട്ട് ത്രൂ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇങ്ങനെ പഠിക്കാതെ നിന്നാൽ എവിടെയെങ്കിലും തീരുമോ? ലെഫ്റ്റ് വെൻട്രിക്കിൾ കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് ഏട്രിയം ഉണ്ടാവും, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ടാവും, അതിൻ്റെ ട്രൈക്കസ്പിഡ് വാൾവ് ഉണ്ടാവും, ബൈക്കസ്പിഡ് വാൾവ്. ഇതൊക്കെ ഇങ്ങനെ കാണാതിരുന്ന് പഠിക്കാൻ ഒരാൾക്കും കഴിയില്ല. അപ്പോൾ അവിടെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു ഡയഗ്രാം ആയിട്ട് വരയ്ക്കുക. ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം മാത്രമല്ല, നമ്മളൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊരു ഡയഗ്രാം ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ, ഹാർട്ടിൻ്റെ ഇങ്ങനൊരു ഡയഗ്രാം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഹാർട്ടിൻ്റെ ചേമ്പർ ഒരു 4 എണ്ണാണെന്ന് പഠിച്ചാൽ ഒരു 4 കോളംസ് ഇങ്ങനെ വരയ്ക്കുക. 4 കോളംസ് വരച്ചിട്ട് അതിൽ ഒന്നാമത്തെ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിലേക്കും വരുന്നത് എന്ത്, പോകുന്നത് എന്ത് അങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, വീനക്കാവയിൽ നിന്ന് എന്ത് ചെയ്യും, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എല്ലായിടത്തും വരും. പിന്നെ അത് ട്രൈക്കസ്പിഡ് വാൾവ് വഴി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും, അവിടുന്ന് പമ്പ് ചെയ്യും. അവിടുന്ന് പമ്പ് ചെയ്ത് ലങ്സിലേക്ക് പോയിട്ട് വീണ്ടും പൾമണറി വെയിനിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യും, പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരും. അവിടെ ബൈക്കസ്പിഡ് വാൾവ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി പമ്പ് ചെയ്യും. ഇത് നമ്മൾ ആ പാരഗ്രാഫ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഇങ്ങനെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് നമ്മൾ മാറ്റിയാൽ പിന്നെ നമുക്ക് എക്സാമിന് മുമ്പ് ജസ്റ്റ് ഇതൊരു 5 സെക്കൻഡ് നോക്കിയാൽ മതിയാവും, എല്ലാം നമുക്ക് ക്ലിയർ ആവും അല്ലേ. ഇങ്ങനെ എല്ലാം നമുക്ക്, ഞാൻ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാംസ് തീർച്ചയായും നമ്മൾ നോക്കണം. അതിനപ്പുറത്തേക്ക് നമ്മളും എന്ത് ചെയ്യുക, പിക്ചോറിക്കലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വേറൊന്ന് സർക്കുലേഷനിൽ തന്നെയുള്ള ഡബിൾ സർക്കുലേഷൻ നമ്മളിങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിൽ വഴി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നു, വീനക്കാവ് വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു, അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിൾ വഴി പിന്നെ അങ്ങനെ പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഒരു ഫ്ലോ ചാർട്ട് നമ്മളായിട്ട് വരച്ച് നോക്കുക അല്ലേ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ അയോട്ടയിലേക്ക് പോകുന്നു, ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ പോയി വീനക്കാവ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് തിരിച്ചെത്തുന്നു, റൈറ്റ് ഏട്രിയത്തിലേക്ക് തിരിച്ചെത്തുന്നു, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു, അവിടുന്ന് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകുന്നു, ഓക്സിജനേറ്റ് ചെയ്യുന്നു, പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇതൊരു ഫ്ലോ ചാർട്ടായി നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് സിസ്റ്റമിക്, ഇതാണ് പൾമണറി സർക്കുലേഷൻ, ഇതാണ് ഡബിൾ സർക്കുലേഷൻ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ രൂപത്തിലേക്ക് നമ്മളുടെ പഠനം ബയോളജി മാറ്റിയാൽ നിങ്ങളെല്ലാം ഏത് ഭാഗം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ഫ്ലോ ചാർട്ട് വഴി അല്ലെങ്കിൽ ഡയഗ്രാംസ് വരച്ചിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോളജിയുടെ പഠനം വളരെ എളുപ്പമാക്കാൻ പറ്റും. വേറൊരു ഉദാഹരണം എടുത്താൽ, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ അല്ലേ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡംസ് അങ്ങനെ ഇങ്ങനെ അകടുങ്ങറ് അല്ലേ, അങ്ങനെ നമ്മൾ വിചാരിക്കുക. പക്ഷേ സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് 5 കിങ്ഡംസ്. 5 കിങ്ഡംസ് നമ്മൾ പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. മൊത്തം ഓർഗാനിസംസിനെ എടുത്തിട്ട് അതിലെന്ത് ചെയ്യുന്നു, അതിൽ പ്രോകാരിയോട്ട് ഓർഗാനിസംസിനെ മോനിയറെ ആക്കുന്നു,
യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൽ തന്നെ അതിനെ പിന്നെ അടുത്ത പിന്നെ യൂണിസെല്ലാർ ഓർഗാനിസംസിനെ അത് പ്രൊട്ടിസ്റ്റ് ആക്കുന്നു, മൾട്ടിസെല്ലാർ ഓർഗാനിസത്തിൽ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇനി ആനിമൽ കിങ്ഡം തന്നെ എടുത്തു നോക്കിയാലും ആനിമൽ കിങ്ഡത്തിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളതിനെ പോരിഫർ ആക്കുന്നു, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ബോഡി കാവിറ്റി ഇല്ലാത്തതിനെ സീലൻഡ്രേറ്റയും പ്ലാറ്റിഹെൽമിന്തസ് ആക്കുന്നു. ഇങ്ങനെ അതിൻ്റെ ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഒരു ചാർട്ട് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ചാർട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി പഠിച്ചു കഴിഞ്ഞു. പിന്നെ അത് നോക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളത് ശരിയാണ്, ബയോളജിയിൽ ചില കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കാനുണ്ടാവും. പക്ഷേ ഒരു 80% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പഠനം എളുപ്പാക്കാൻ പറ്റും. ആ രൂപത്തിൽ അപ്പം നമ്മളിപ്പോൾ ഈ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഈ രൂപത്തിലാണ് പഠിക്കുക. ക്ലാസിഫിക്കേഷൻ മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ആ രൂപത്തിൽ ഒരു ചാർട്ട് വഴി അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അങ്ങോട്ട് പഠിക്കുകയാണ്. അതേപോലെ സർക്കുലേഷനും ഒക്കെ നമ്മൾ ഈ രൂപത്തിലുള്ള കുറച്ച് പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനുകൾ വഴിയാണ് പഠിക്കാറുള്ളത്. ആ രൂപത്തിൽ വേണം നമ്മൾ ബയോളജി പഠിക്കാൻ. ആ ബയോളജിയുടെ റൈറ്റ് വേ ഓഫ് ലേണിംഗ് കൃത്യമായി അറിയില്ലെങ്കിൽ കുറച്ചൊരു ബേർഡനായിരിക്കും, അറിഞ്ഞാൽ ഏറ്റവും രസകരമായിരിക്കും ബയോളജി പഠിക്കാൻ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.